എന്നാൽ തിരുവനന്തപുരം പോത്തൻകോട് നവജാത ശിശുവിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി. പോത്തൻകോട് സ്വദേശികളായ സജി സരുത ദമ്പതികളുടെ 36 ദിവസം പ്രായമുള്ള മകൻ ശ്രീദേവിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. പുലർച്ചെ 3:30 കുഞ്ഞിനെ കാണാനില്ലെന്ന് കുഞ്ഞിന്റെ പിതാവ് സജി പോത്തൻകോട് പോലീസിൽ വിവരമറിയിച്ചിരുന്നു. സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഐശ്വര്യ അനിൽ വിവരങ്ങൾ പങ്കുവെക്കും. ഐശ്വര്യ, പിതാവാണ് പുലർച്ചെ പോലീസിനെ വിവരം അറിയിക്കുന്നത് കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ അമ്മയെ കസ്റ്റഡിയെടുക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അമ്മയിൽ എങ്ങനെയാണ് ഈ കൊലപാതകത്തിൽ സംശയം എത്തിച്ചേരുന്നത്? രഞ്ജിത്ത്, 36 ദിവസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിനെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോത്തൻകോട് മഞ്ഞമല അടപ്പിനകത്ത് ക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിലാണ്. അതായത് സുരിത സജി ദമ്പതികളുടെ മകൻ ശ്രീദേവിനെയാണ് പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെളുപ്പിനെ ഏതാണ്ട് 2:30 മണിയോടുകൂടി കുഞ്ഞിനെ കാണാനില്ല എന്ന് പരാതിയുമായി കുഞ്ഞിന്റെ പിതാവ് സജി പോലീസിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ രീതിയിൽ കുഞ്ഞിന്റെ ഒരു ടവൽ അത് കിണറ്റിന് സമീപത്തായി കണ്ടെത്തിയത്. അതിനുശേഷം തുടർന്ന് കഴക്കൂട്ടത്തെ ഫയർഫോഴ്സ് സംഘത്തിനെ പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ ഇവിടെ എത്തുകയും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. ഞാനിപ്പോൾ നിൽക്കുന്ന വീടിന് സമീപത്താണ്. ഈ വീടിന് പുറകുവശത്തായി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കിണറ്റിലാണ് കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി കഴിഞ്ഞ രാത്രി, അതായത് അതിരാവിലെ ഏതാണ്ട് 3:30 കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ ജീവൻ ഉണ്ടാകണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചതാണ്. പക്ഷേ അപ്പോഴേക്കും കുഞ്ഞ് മരണമടഞ്ഞിരുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ കുഞ്ഞിന്റെ അമ്മ സുരിതയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴും ഈ കുഞ്ഞ് മരിച്ചതിന്റെ ഒരു ട്രോമയിലാണ് ഈ സുരിത. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും സംഭവത്തിൽ ഈ പിതാവാണ് പരാതി നൽകിയത്. കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരാതി നൽകുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിനെ കിണറ്റിൽ നിന്ന് കണ്ടെത്തുന്നത്. ഇതിൽ ഏത് സാഹചര്യത്തിലാണ് അമ്മയെ സ്വാഭാവികമായും 36 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കാണാനില്ല എന്ന പരാതിയുമായി പിതാവ് എത്തുമ്പോൾ അസ്വാഭാവികതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് നേരെ ചോദ്യം ഉയരുന്നതും. ഈ വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്ന നിലയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം മാത്രമേ ഈ പോലീസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതോടെ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പോലീസിന്റെ അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ എന്താണ് ഇവിടെ സംഭവിച്ചത്, പുറകിലത്തെ വാതിൽ തുറന്നിട്ടത് ആരാണ്, കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇതിന് മറ്റു പശ്ചാത്തലങ്ങൾ എന്താണ്? ഈ മാതാവും പിതാവും തമ്മിലുള്ള മറ്റു വിഷയങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റു കാര്യങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ? ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? അത്തരം കാര്യങ്ങളെക്കുറിച്ച് പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? രഞ്ജിത്ത്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു വ്യക്തത വരുന്നില്ല. എങ്കിലും മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടി ഈ കുഞ്ഞിന്റെ 36 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത്. പക്ഷേ പോലീസിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്ന ഒരു മെന്റൽ ട്രോമയിലാണ്, തന്റെ മകനെ നഷ്ടപ്പെട്ടതിന്റെ ഒരു മാനസികാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലായി ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും വരും മണിക്കൂറിൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് സുരിത വിധേയയാകും. അതിനുശേഷം മാത്രമേ സംഭവത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഐശ്വര്യ അനിൽ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ട സംഭവത്തിൽ അമ്മ കസ്റ്റഡിയിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. തിരുവനന്തപുരം പോത്തൻകോടാണ് സംഭവം ഉണ്ടായത്. ഇന്ന് വെളുപ്പിനെ 3 മണിക്കാണ് പിതാവ് അത്തരത്തിൽ ഒരു പരാതിയുമായി പോലീസിലെത്തുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കിണറ്റിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്.